ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പേര് ഞാൻ തന്നെയാണ് ഇട്ടേക്കുന്നത്. ബ്രെഡ് ചീസ് എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ടേസ്റ്റായിട്ട് തോന്നി. സോ ഐ തോട്ട് അത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന്. ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്കറിയില്ല ഇങ്ങനെ തന്നെയാണോ ഇതാണോ പ്രോപ്പർ വേ എന്നൊന്നും, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ 2 പേർക്കുള്ളതാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നോണം മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട ചിക്കി എടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആ ഒരു 3 എഗ്സ് കുറച്ചൊരു കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കി എടുക്കുക. ചിക്കി നല്ലോണം അത് ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ആവുന്ന വരെ നല്ലോണം ചിക്കി അതെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു ലെസ് ദാൻ 10 മിനിറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഗീ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം ഗീ ഉപയോഗിക്കാറില്ല. ഒന്നാമത് അത് ഫ്രിഡ്ജിലും കൂടെ വെച്ചതുകൊണ്ടാണ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രെഡ് ഏതാണോ അത്, ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ബ്രെഡാണ്, ഞാൻ അതാണ് എടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന 4 ബ്രെഡിൻ്റെ പീസാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. അത്രയും നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ലെയർ കൂടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ ഫൈൻലി ചോപ്പായിട്ട് ഒനിയൻ എടുക്കുന്നുണ്ട്, ഒരു ടൊമാറ്റോയും എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരേ സൈസിൽ അത്യാവശ്യം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി മാറ്റി വെച്ച ഈ ഒരു വെജിറ്റബിൾസിലേക്ക് നമ്മൾ ഏത് മയോണൈസാണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ചിലർ ഗാർലിക്കിൻ്റെ ആയിരിക്കും, ചിലർ എഗ്ലെസ്, ഇഷ്ടമുള്ളത് ഏതാണോ അതോ വീട്ടിലുണ്ടാക്കിയതാണോ ഏതാണോ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് എഗ്ലെസ് മയോ ആണ്, ബേക്കേഴ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. എഗ്ലെസ് മയോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. എത്ര വേണോ അത്രയും എടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ടൊമാറ്റോ സോസാണ്, കിസാൻ്റെ ടൊമാറ്റോ സോസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മാറ്റി വെക്കാം. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ഓൾ ഡൺ ആണ്. ഇനി ജസ്റ്റ് സ്റ്റഫിങ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. സ്റ്റഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഞാൻ 2 ചീസിൻ്റെ ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. ബ്രെഡ് എഗ് ചീസ് സാൻഡ്വിച്ച് ആണല്ലോ, അപ്പോൾ ചീസ് വേണമല്ലോ അല്ലേ. ഇനി സ്റ്റഫിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അനിയൻ ആൻഡ് ടൊമാറ്റോ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് സ്ക്രാമ്പിൾഡ് ആയിട്ട് വെച്ചേക്കുന്ന എഗ്ഗ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചീസ് ഷീറ്റ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ബ്രെഡ് പീസ് വെക്കാം. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രെഡ് പീസിൻ്റെ സൈഡ് ബോർഡേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ്തെറ്റിക്കലി കുറച്ചുകൂടെ ഒരു പ്ലീസിങ് ആയിരിക്കും കേട്ടോ. എനിക്ക് അതിനൊന്നും വയ്യ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. കഴിച്ച് നോക്കുക, അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി ഞാൻ ഒരാളുടെ റെസ്പോൺസും കൂടെ കേൾപ്പിച്ചു തരാം. ശരിക്കും